ഓട്ടോറിക്ഷ ചാർജ് അടിയന്തരമായിട്ട് വർദ്ധിപ്പിക്കണം. അപാകതകൾ തിരുത്തണം. കാരണം അത് അശാസ്ത്രീയമാണ്. ആ വിജ്ഞാപനം വെച്ച് കേരളത്തിലെ ഒരു ഓട്ടോറിക്ഷക്കാരനും സർവീസ് നടത്താൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരന് രാത്രി മീറ്ററും പതിക്കും പോകാൻ പറ്റുമോ? 100 രൂപ മീറ്ററിൽ കണ്ടാൽ 150 വാങ്ങാൻ പാടുള്ളൂ. ഈ 50 റുപ്യ ആര് തരും? ഒരു ഓട്ടോറിക്ഷ ഓടുമ്പോൾ 1 ലിറ്റർ പെട്രോൾ അടിച്ച് ഓടിയാൽ എത്ര കിലോമീറ്റർ ആ വണ്ടി ഓടും? ഇത് സർക്കാരിനറിയണം. തൊഴിലാളിയെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾക്ക് നേരെ കണ്ണടച്ചിരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഗവൺമെൻറ് വന്ന് 1 മാസം പിന്നിടുന്നതിന് മുമ്പ് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നത്. നമസ്കാരം. സംസ്ഥാനത്തെ ഓട്ടോ തൊഴിലാളികൾ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രധാനമായുള്ള ആവശ്യം മിനിമം ചാർജ് 50 രൂപയാക്കുക എന്നതാണ്. അതുകൂടാതെ പെർ കിലോമീറ്ററിന് 25 രൂപയാക്കുക. അതേസമയം തന്നെ ചാർജ് സംബന്ധമായ സർക്കാരിൻ്റെ അശാസ്ത്രീയ ഉത്തരവ് തിരുത്തുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഓട്ടോ തൊഴിലാളികൾ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഞങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഓട്ടോറിക്ഷ ചാർജ് അടിയന്തരമായിട്ടും വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ചാർജുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ വിജ്ഞാപനത്തിലെ അപാകതകൾ തിരുത്തണം. കാരണം അത് അശാസ്ത്രീയമാണ്. ആ വിജ്ഞാപനം വെച്ച് കേരളത്തിലെ ഒരു ഓട്ടോറിക്ഷക്കാരനും സർവീസ് നടത്താൻ പറ്റില്ല. കാരണം ഓട്ടോറിക്ഷകൾക്ക് ഇപ്പോഴേ പാർക്കിംഗ് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് പാർക്കിംഗ് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തിയാൽ തിരിച്ച് ആ പാർക്കിംഗ് സ്ഥലത്ത് തന്നെ വരണം. മറ്റൊരു സ്ഥലത്തും ആ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ആ തിരിച്ചു വരാനുള്ള യാത്രാക്കൂലി അടക്കം സർക്കാർ ആ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തണം. ഇപ്പോഴുള്ള വിജ്ഞാപനത്തിൽ മിനിമം ചാർജിന് ശേഷം പകൽ വാങ്ങാമെന്നുള്ളതാണ്. അത് അശാസ്ത്രീയമാണ്. അതുപോലെ തന്നെ അത് വെച്ചുകൊണ്ട് ഒരു തൊഴിലാളിക്കും സർവീസ് നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വ്യാപകമായി ചാർജിനെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങളും പരാതികളും നിലനിൽക്കുകയാണ്. ഈ പരാതികൾക്കും തർക്കങ്ങൾക്കും പരിഹാരം കാണണമെങ്കിൽ സർക്കാർ ഓരോ കിലോമീറ്ററിനും നിശ്ചയിച്ച ചാർജ് തൊഴിലാളികൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിൽ വിജ്ഞാപനം പരിഷ്കരിക്കണം. വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തണം. എങ്കിൽ മാത്രമേ ഇന്ന് ഓട്ടോറിക്ഷ മേഖലയിൽ നിൽക്കുന്ന ഈ തൊഴിലാളികൾക്കെതിരായിട്ട് വ്യാപകമായിട്ട് പ്രചരിക്കുന്ന പിടിച്ചുപറിക്കാരാണ്, അതുപോലെ തന്നെ അനധികൃതമായിട്ട് ചാർജ് വാങ്ങുന്നവരാണ് എന്നുള്ള പരാതിക്ക് പരിഹാരം കാണാൻ കഴിയും. കാരണം രാത്രി നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം. രാത്രി പോകുമ്പോൾ മീറ്ററും അതിൻ്റെ പകുതിയും മാത്രമേ നിലവിൽ വാങ്ങാൻ വിജ്ഞാപനത്തിൽ അനുമതിയുള്ളൂ. സർക്കാർ ഉത്തരവുള്ള അനുമതിയുള്ളൂ. ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരന് രാത്രി മീറ്ററും പതിക്കും പോകാൻ പറ്റുമോ? 100 രൂപ മീറ്ററിൽ കണ്ടാൽ 150 വാങ്ങാൻ പാടുള്ളൂ. ഈ 50 റുപ്യ ആര് തരും? 50 റുപ്യ കൂടി കിട്ടിയാൽ മാത്രമേ ഓരോ കിലോമീറ്ററിനും 15 എന്നുള്ള രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റൂ. പക്ഷേ 150 മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് 30 രൂപ വാങ്ങാൻ പറ്റില്ല. 22 റുപ്യ 50 പൈസ മാത്രമേ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സർവീസ് നടത്തുന്നതിന് വാങ്ങാൻ പറ്റും. ഇത് തന്നെയാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ ശാപം. അത് പരിഹാരം ഉണ്ടാകണം. രാത്രി ഒരു കാരണവശാലും റിട്ടേൺ ട്രിപ്പ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ രാത്രി പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്താനുള്ള ചാർജ് കിട്ടണം. അതുപോലെ തന്നെ പകല് മിനിമം ചാർജിന് ശേഷം 50% തികച്ചും തെറ്റാണ്. ടൗണിൽ നിന്ന് ഉൾപ്രദേശത്തേക്ക് പോകുന്ന ഒരു ഓട്ടോറിക്ഷ അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. തിരിച്ച് ടൗണിൽ തന്നെ തിരിച്ചെത്തണം. മറ്റ് സ്ഥലത്തെയും യാത്രക്കാരെ ക്യാൻവാസ് ചെയ്യുന്ന തരത്തിൽ പാർക്ക് ചെയ്താൽ അത് പെർമിറ്റിൻ്റെ വയലേഷനാണ്, നടപടി ഉറപ്പാണ്. അപ്പോൾ അത്തരമൊരു നിയമം നിലനിൽക്കെ ആ ഓട്ടോറിക്ഷയുടെ പെർമിറ്റിൽ അനുവദിച്ചിട്ടുള്ള പാർക്കിംഗ് സ്ഥലത്ത് തിരിച്ചെത്താനുള്ള യാത്രാക്കൂലി കിട്ടണ്ടേ? ഇത് വിജ്ഞാപനം തന്നെ പരസ്പര വിരുദ്ധമാണ്. നിങ്ങൾ ഒരു തരത്തിലും മറ്റു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുക, അതേ സമയത്ത് നിങ്ങൾക്ക് ഇത്രയേ ചാർജ് വാങ്ങാൻ പാടുള്ളൂ എന്നും പറയാം. ഇതെങ്ങനെയാണ്? ഇത് തൊഴിലാളികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങ് കളിപ്പിക്കലാണ്. യാത്രക്കാരുടെ മുമ്പിൽ തൊഴിലാളികളെ പിടിച്ചുപറിക്കാരായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ വിജ്ഞാപനത്തിൽ കൂടി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. അത് സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടിയാണോ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വിജ്ഞാപനം തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിലെ നമ്പർ 1 പ്രതികൾ.
അതുപോലെ തന്നെ ഈ വിജ്ഞാപനം അപാകത നിറഞ്ഞതാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്തം ഈ മേഖലയിലെ ട്രേഡ് യൂണിയനുകൾക്കുണ്ടായിരുന്നു. അത് ചെയ്തില്ല. ഇതിൻ്റെ ഒക്കെ പാപഭാരം ഇവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളെ മേലെ വെച്ച് കെട്ടി അവർ ഈ അധിക ചാർജ് വാങ്ങുന്നവരാണ്, പിടിച്ചുപറിക്കാരാണെന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കാൻ മാത്രമേ ഈ വിജ്ഞാപനം കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വിജ്ഞാപനത്തിൽ കാതലായിട്ടുള്ള മാറ്റം, ശാസ്ത്രീയമായ രീതിയിൽ വിജ്ഞാപനം പുതുക്കണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഈ സർക്കാരിൻ്റെ ഈ ക്ഷേമനിധിയിലുള്ള വിഹിതം അത് ഉറപ്പാക്കിയിട്ടുണ്ടോ? നമ്മൾ കേരളത്തിലെ എല്ലാ തൊഴിലാളി യൂണിയനുകളും അതത് മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. പക്ഷെ കേരളത്തിലെ ഒരു പ്രത്യേകത, ട്രേഡ് യൂണിയനുകൾ എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്ക് ഓശാന പാടുവാനും അതല്ലെങ്കിൽ പ്രതിരോധിക്കുവാനുമുള്ള ഉപകരണങ്ങൾ മാത്രമായി മാറുന്നു എന്നതാണ്. ഇപ്പം തന്നെ നമുക്കറിയാം, കേരളത്തിലെ പെട്രോളിൻ്റെ വില എത്ര? 118 രൂപ കൊടുക്കണം അല്ലേ? തിരുവനന്തപുരത്ത് അമൽ പോയി 1 ലിറ്റർ പെട്രോൾ ബൈക്കിനടിക്കുമ്പോൾ രൂപ എത്രയായി? എന്നാൽ 1980-കൾ തൊട്ടുള്ള അല്ലെങ്കിൽ ഒരു 50 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 90-കളിൽ 2 രൂപയായിരുന്നു ഡീസൽ വില. ഈ 2 രൂപ ഡീസൽ വിലയായിരുന്നപ്പോൾ കിലോമീറ്ററിന് ഞങ്ങൾക്ക് ചാർജ് എത്ര ഉണ്ടായിരുന്നു അറിയോ? ഓട്ടോറിക്ഷക്കാർക്ക് അതാ പഠിക്കേണ്ടത്. എന്നാൽ ഇന്നും 118 രൂപ കൊടുക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ്റെ ചാർജ് എത്ര? ഒരു ഓട്ടോറിക്ഷ ഓടുമ്പോൾ 1 ലിറ്റർ പെട്രോൾ അടിച്ചോടിയാൽ എത്ര കിലോമീറ്റർ ആ വണ്ടി ഓടും? ഇത് സർക്കാരിനറിയണം. ഇപ്പോഴുള്ള വണ്ടികൾ ഓടിയാൽ മാക്സിമം ഒരു 35 കിലോമീറ്റർ ഓടും. 1 കിലോമീറ്ററിന് ഗവൺമെൻറ് പറയുന്ന റേറ്റ് 25 ഈ 25 രൂപ വെച്ച് ഓടുമ്പോൾ 1 കിലോമീറ്റർ അല്ല ഓടുന്നത്, 2 കിലോമീറ്റർ. കാരണം എന്താ? റിട്ടേൺ ചാർജ് ഇല്ല. അപ്പം 2 കിലോമീറ്ററാണ് 25 രൂപ. അപ്പം 118 രൂപ കൊടുത്ത് അല്ലെ 110 രൂപ കൊടുത്ത് 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ വെറും എത്ര കിലോമീറ്ററാണ് ഓടുന്നത്? 12.5 കിലോമീറ്റർ. 12.5 കിലോമീറ്ററിനെ നിങ്ങൾ 25 കൊണ്ട് ഗുണിക്കൂ. അപ്പോൾ എത്ര രൂപ കിട്ടും? 400 രൂപ താഴെ. ഈ 400 രൂപ താഴെ കിട്ടുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് 110 രൂപ പെട്രോൾ ചാർജ് കൊടുക്കണം. നീ തിരുവനന്തപുരം ടൗൺ പോലുള്ള ടൗണുകളിൽ വാടകയ്ക്കാണ് കൂടുതൽ ഓട്ടോറിക്ഷയും. ഓട്ടോറിക്ഷയുടെ മുതലാളിക്ക് 450 രൂപ 500 രൂപ വാടക കൊടുക്കണം, വേണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ മേഖലയെപ്പറ്റി കൃത്യമായ പഠനം നടത്തി തെറ്റുകൾ തിരുത്തുവാൻ സർക്കാരുകൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. HMS എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും കൂട്ടിയോജിക്കുന്ന ഞങ്ങളുടെ ട്രേഡ് യൂണിയന് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിക്കൂറയുടെ മുഖമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിക്കൂറയുടെ മുഖമില്ല. ഇവിടെ ഏത് പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾക്കും തൊഴിലാളികളോട് ആത്മാർത്ഥമായി കൂറുണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ HMSൽ അംഗമാകാം. അവിടെ ഇടതുപക്ഷ ഭരണമെന്നോ വലതുപക്ഷ ഭരണമെന്നോ NDA ഭരണമെന്നോ ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. തൊഴിലാളിയെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾക്ക് നേരെ കണ്ണടച്ചിരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഗവൺമെൻറ് വന്ന് 1 മാസം പിന്നിടുന്നതിന് മുമ്പ് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സമരത്തെ നിങ്ങൾ കാണേണ്ടത് ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു കേണപേക്ഷിക്കലാണ് സർക്കാരിനോട്. സർക്കാർ തെറ്റ് തിരുത്തണം, ഞങ്ങളെ ജീവിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു തരണം എന്ന് പറയാനാണ് ഞങ്ങൾ ഈ സർക്കാരിൻ്റെ ഈ അശാസ്ത്രീയമായ ഉത്തരവ് പിൻവലിച്ചില്ല എങ്കിൽ ഓട്ടോ ഡ്രൈവർമാരുടെ തീരുമാനം എന്താണ്? സമരം ഘടിപ്പിക്കാനാണോ, എങ്ങനെയാണ്? അതല്ല, അത് അശാസ്ത്രീയമായിട്ടുള്ള വിജ്ഞാപനം തിരുത്തി സമൂഹത്തിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ദുഷ്പേര് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഓട്ടോറിക്ഷ തൊഴിലാളികളുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പഴി കേൾക്കുകയാണ്. അവർക്ക് യഥാർത്ഥത്തിൽ 15 ഉറുപ്പിക അങ്ങോട്ടേക്ക് പോകുമ്പോൾ 15 ഉറുപ്പിക ഇങ്ങോട്ടേക്കും കിട്ടണം. അപ്പോൾ അങ്ങനെ ആ 30 രൂപ, അതായത് അവരുടെ സ്റ്റാൻഡ് വരെ എത്താനുള്ള ചാർജ് ആ കിട്ടണം എന്ന് പറയുമ്പോൾ അത് ന്യായമാണ്. ഹൈക്കോടതി അത് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയുടെ 2003 ഉത്തരവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഓട്ടോറിക്ഷയ്ക്ക് എവിടെയാണോ പാർക്കിംഗ് സ്ഥലം അവിടെ നിന്ന് മാത്രമേ അവർ പാർക്ക് ചെയ്ത് സർവീസ് നടത്താൻ പാടുള്ളൂ. അതിന് പുറത്തേക്ക് പോയാൽ ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തണം. മറ്റൊരു സ്ഥലത്തും അത് പാർക്ക് ചെയ്ത് സർവീസ് നടത്താൻ പാടില്ല. അതിന് റിട്ടേൺ ഫെയർ ഈടാക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ആ ഹൈക്കോടതി ഉത്തരവിന് വിധേയമായിട്ട് ഈ വിജ്ഞാപനം മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ സർക്കാരിൻ്റെ വിഹിതമില്ല. നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട്, 2005 ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സർക്കാരിൻ്റെ വിഹിതമില്ലാത്തത് വളരെ വലിയൊരു ന്യൂനതയാണ്.
അത് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം കൂടുതൽ ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ വിഹിതം ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാൻ പറ്റുമായിരുന്നു. സർക്കാർ ബോധപൂർവ്വം ഒഴിഞ്ഞു. ഓട്ടോറിക്ഷ തൊഴിലാളി ക്ഷേമനിധി ഉള്ളപ്പോൾ സർക്കാരിൻ്റെ വിഹിതം ഉണ്ടായിരുന്നു 10 രൂപ. പക്ഷേ ആ ക്ഷേമനിധി മോട്ടോർ തൊഴിലാളികൾ ക്ഷയിപ്പിച്ചതോടുകൂടി 2005 ലയിപ്പിച്ചതോടുകൂടി ഈ അതുവരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുണ്ടായിരുന്ന സർക്കാർ വിഹിതം ഇല്ലാതാക്കി. പിന്നീടുള്ളത് തൊഴിലാളി ഉടമയും വെക്കുന്ന പൈസ കൊണ്ടാണ്, അല്ലെങ്കിൽ അവരടക്കുന്ന പൈസ കൊണ്ടാണ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പോകുന്നത്. അവരുടെ ജീവനക്കാരുടെ ശമ്പളവും അതുപോലെ തന്നെ അതിൻ്റെ ഓഫീസിൻ്റെ വാടകയും അടക്കം തൊഴിലാളി ഉടമയും വെക്കുന്ന പണത്തിൽ നിന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ മറ്റാനുകൂല്യങ്ങളും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അവിടെ. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയിൽ നിന്ന്, അതായത് അവർ വെക്കുന്ന പണത്തിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുന്നോ പെൻഷൻ ലഭിക്കുന്നോ എന്നുള്ള കാരണത്താൽ അവരുടെ വാർദ്ധക്യകാല പെൻഷൻ സർക്കാർ നിഷേധിച്ചിരിക്കുന്നു. 2017 ഈ LDF സർക്കാർ. എന്തുകൊണ്ട് നിഷേധിച്ചു എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ കിട്ടുന്നുണ്ട് എന്നാണ് അതിന് നമുക്ക് നൽകിയ മറുപടി. ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ കിട്ടുന്നത് സർക്കാരിൻ്റെ പൈസയിൽ നിന്നല്ല, തൊഴിലാളിയും ഉടമയും വെക്കുന്ന പൈസയിൽ നിന്നാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പൂർണ്ണമായിട്ടും ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് നൽകണമെന്നുള്ള ഒരു നയമായിരുന്നു അന്ന് സർക്കാർ സ്വീകരിച്ചത്. ആ നയം മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ള തൊഴിലാളികൾക്ക് അവർ അനുവദിക്കുന്നില്ല. കാരണം അവർ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ പെൻഷൻ വാങ്ങുന്നതുകൊണ്ട് വാർദ്ധക്യകാല പെൻഷൻ വെറും 600 രൂപ മാത്രം. അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല. അത് തീർത്തും തെറ്റാണ്, വിവേചനമാണ്. സർക്കാരിൻ്റെ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷന് പൂർണ്ണമായിട്ടും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അവകാശമുണ്ട്, അർഹതയുണ്ട്. അത് നൽകണമെന്നാണ് നമ്മൾ ആവശ്യം. എന്തായാലും ഓട്ടോ തൊഴിലാളികളുടെ ക്ഷേമനിധി അടക്കം വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് സർക്കാരിൻ്റെ വിഹിതം ഇതുവരെയും ഉറപ്പാക്കിയിട്ടില്ല. അതുകൂടാതെ ഇന്ധനവില വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓട്ടോ തൊഴിലാളികളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അവരുടെ കുടുംബജീവിതത്തെ തന്നെ താളം തെറ്റിക്കുന്ന വിധത്തിലാണ് നിലവിലിപ്പോൾ അവർ കഴിഞ്ഞു പോകുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.